കണ്ണൂർ ജയിൽ കഫ്റ്റീരിയ ഏപ്രിലിൽ തുറക്കും. കഫ്റ്റീരിയയുടെ അന്തിമഘട്ട പ്രവൃത്തി തിങ്കളാഴ്ച മുതൽ തുടങ്ങും. ഏപ്രിൽ അവസാന വാരം കഫ്റ്റീരിയ പൊതുജനങ്ങൾക്കായി തുറന്നു നൽകുമെന്ന് സെൻട്രൽ ജയിൽ സൂപ്രണ്ട് കെ വേണു അറിയിച്ചു. കെട്ടിടം നിർമ്മിച്ച് 5 വർഷമായിട്ടും കഫ്റ്റീരിയ തുടങ്ങാത്തത് സംബന്ധിച്ച് ഇന്നലെ കണ്ണൂർ വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. കണ്ണൂർ വിഷൻ ഇമ്പാക്ട്. ജയിൽ കഫ്റ്റീരിയയുടെ പ്രവർത്തനം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാനുള്ള നിർദ്ദേശം കണ്ണൂർ സെൻട്രൽ ജയിൽ അധികൃതർ നിർമ്മിതി കേന്ദ്രക്ക് നൽകിക്കഴിഞ്ഞു. 1 മാസത്തിനകം ഇതിൻ്റെ പ്രവൃത്തികളെല്ലാം പൂർത്തിയാക്കി ജയിൽ കഫ്റ്റീരിയ വിഭാവനം ചെയ്ത രീതിയിൽ തുടങ്ങാൻ കഴിയുമെന്നാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. കണ്ണൂർ പള്ളിക്കുന്നിൽ ദേശീയപാതയോട് ചേർന്ന് നിർമ്മിതി കേന്ദ്രം നിർമ്മിച്ച ജയിൽ കഫ്റ്റീരിയ കെട്ടിടം 5 വർഷമായിട്ടും തുറന്നുകൊടുക്കാത്തത് സംബന്ധിച്ച് വ്യാഴാഴ്ച കണ്ണൂർ വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. നടപടിക്രമങ്ങളിൽ ഉണ്ടായ മെല്ലെപ്പോക്ക് മാറ്റി കെട്ടിടം എത്രയും പെട്ടെന്ന് നിർമ്മാണം പൂർത്തിയാക്കി നൽകാൻ നിർമ്മിതി കേന്ദ്രക്ക് കണ്ണൂർ സെൻട്രൽ ജയിൽ അധികൃതർ നിർദ്ദേശം നൽകി. കെട്ടിടത്തിൽ 7ാം ഘട്ടത്തിന്റെ പ്രവൃത്തിയാണ് പൂർത്തിയാക്കാനുള്ളത്. അത് തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുമെന്ന ഉറപ്പാണ് നിർമ്മിതി കേന്ദ്ര ജയിൽ അധികൃതർക്ക് നൽകിയത്. നിർമ്മിതി കേന്ദ്ര കെട്ടിടത്തിന്റെ പണി പൂർത്തിയാക്കുന്ന മുറക്ക് കസേര, പാത്രങ്ങൾ എന്നിവ വാങ്ങുന്നതുൾപ്പെടെയുള്ള നടപടികളും പൂർത്തിയാക്കും. ഈ പ്രവർത്തികൾ ടെൻഡർ ചെയ്യുന്നതിനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. ജയിൽ കഫ്റ്റീരിയക്ക് വലിയ ലക്ഷ്യങ്ങളാണുള്ളത്. ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ നൂതനമായ പല ആശയങ്ങളും ജയിൽ അധികൃതർ മുന്നോട്ട് വെച്ചിട്ടുമുണ്ട്. ഇപ്പോൾ ലഭിക്കുന്ന ജയിൽ വിഭവങ്ങൾക്ക് പുറമെ അൽഫാം, ഷവായി അടക്കം ചൈനീസ് വിഭവങ്ങളും ജ്യൂസ്, ഐസ്ക്രീം തുടങ്ങി കൂൾബാർ വിഭവങ്ങളും ലഭ്യമാകും. ഏപ്രിൽ അവസാന വാരം കഫ്റ്റീരിയ നാടിന് സമർപ്പിക്കാനാകുമെന്ന് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് കെ വേണു പറഞ്ഞു. അതിനായുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കും. മനഃപൂർവ്വം ഈ വിഷയത്തിൽ കാലതാമസം ഉണ്ടായിട്ടില്ലെന്നും ജയിൽ അധികൃതർ അറിയിച്ചു. 5 വർഷത്തിൽ 3 വർഷത്തോളം കോവിഡുമായി ബന്ധപ്പെട്ട് പോയി. പിന്നീട് ഫണ്ട് അനുവദിക്കുന്നതിൽ വന്ന ചില പ്രയാസങ്ങളാണ് പ്രവൃത്തി വൈകാൻ ഇടയാക്കിയത്. പൊതുസമൂഹം ഏറെ ആകാംക്ഷയോടെയാണ് ജയിൽ കഫ്റ്റീരിയയെ കാത്തിരിക്കുന്നത്. ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ നല്ല അന്തരീക്ഷത്തിൽ നല്ല ഭക്ഷണം, ഇതാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ ആവിഷ്കരിച്ച ഈ പദ്ധതി. അതുടൻ യാഥാർത്ഥ്യമാക്കുമെന്ന പ്രഖ്യാപനം ഈ നാടിന് ഏറെ സന്തോഷം നൽകുന്നതുമാണ്. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.